കേരളം ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു. 40 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകത്തിന്റെ തുറന്നു പറച്ചിൽ ഒരാൾ നടത്തിയത് കോഴിക്കോട്, അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെയൊക്കെ ഒരു ചിത്രം ഏറെക്കുറെ തെളിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ. കോഴിക്കോട് കൂടരഞ്ഞിയിൽ 40 വർഷം മുൻപ് നടന്ന കൊലപാതകത്തിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് തീരുമാനം. ഇരിട്ടി സ്വദേശി മോഹനനാണ് കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടികൾ വേഗത്തിലായത്. 40 വർഷങ്ങൾക്കു ശേഷം കുറ്റം ഏറ്റുപറഞ്ഞ മുഹമ്മദ് അലി കേസിലെ ഏക പ്രതി സരീഷ് പി കെ വിവരങ്ങളുമായി ചേരുന്നു. സരീഷ്, ഗുഡ് മോർണിംഗ്. ഒരു സിനിമാ കഥ പോലെ കേരളം കേട്ടിരുന്ന ഒന്നായിരുന്നു ഈ പ്രതിയുടെ തുറന്നു പറച്ചിലും കുറ്റസമ്മതവും ഒക്കെ. കാരണം 40 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരാളെ കൊന്നു എന്ന് ഒരാൾ പോയി ഒരു പോലീസ് സ്റ്റേഷനിൽ പറയുകയാണ്. പോലീസ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നു. സംഭവമൊക്കെ നടന്നു, പക്ഷേ ഇത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും തെളിയിക്കാൻ ഒരു തുമ്പും പോലീസിനുണ്ടായിരുന്നില്ല. ഫയൽ ഏറെക്കുറെ മടക്കിയ അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് അതിലൊരു വഴിത്തിരിവുണ്ടാകുന്നു. സഹോദരി മരിച്ച ആളെ തിരിച്ചറിയുന്നു. അങ്ങനെ വീണ്ടും ആ കേസ് ഈ പ്രതിയുടെ തുറന്നു പറച്ചിൽ സത്യമായിരുന്നു എന്ന രീതിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ എന്താണ് ഇനി അടുത്ത പോലീസ് നീക്കങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? രണ്ട് കൊലപാതകങ്ങൾ, അതിൽ ഒരു കൊലപാതകമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ പോലീസുകാർ പോലും ആദ്യഘട്ടത്തിൽ വിശ്വസിക്കാതിരുന്ന ഒരു കേസ് എന്ന് തന്നെ വേണം കൂടരഞ്ഞിയിലെ ഈ സംഭവത്തെ പറയാൻ. മുഹമ്മദ് ഒരു വർഷം മുൻപ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. താൻ 2 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആരെയാണ് താൻ കൊലപ്പെടുത്തിയത്, അല്ലെങ്കിൽ ആരൊക്കെയായിരുന്നു തൻ്റെ കൊലപാതകത്തിന് ഇരയായത് എന്ന കാര്യത്തിൽ തനിക്കൊരു വ്യക്തതയില്ല. പക്ഷേ 2 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. ഒന്ന് കൂടരഞ്ഞിയിലും മറ്റൊന്ന് വെള്ളയിലുമാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 പോലീസ് സ്റ്റേഷനുകളിലും FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. കൂടരഞ്ഞിയിലെ കേസിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ ഒരു രേഖാചിത്രം ഉണ്ടാക്കി. ആ രേഖാചിത്രം പല സ്ഥലങ്ങളിലും പല സ്റ്റേഷനുകളിലേക്കും അയച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരിട്ടി സ്വദേശിയായ മോഹനാണ് കൊല്ലപ്പെട്ടത് എന്ന സ്ഥിരീകരണത്തിലേക്ക് പോകുന്നത്. ഇനി നടപടി എന്ന രീതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു മാസം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയും ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും 14-ാമത്തെ വയസ്സിൽ, അതായത് മുഹമ്മദ് അലിയുടെ 14-ാമത്തെ വയസ്സിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. പക്ഷേ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഈ മുഹമ്മദ് അലിയുടെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടുകയും ചെയ്ത ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അറസ്റ്റിലേക്ക് പോകില്ല. പകരം കുറ്റപത്രം നൽകുകയും കോടതി നടപടികളിലേക്ക് പോവുകയുമായിരിക്കും ചെയ്യുക. കോടതിയിൽ വിശദമായ വാദം കേൾക്കുകയും അതിനുശേഷം കോടതി എന്ത് ശിക്ഷയാണോ വിധിക്കുന്നത് അതിനുശേഷമുള്ള ശിക്ഷാ നടപടികളിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഭാഗത്ത് കൂടരഞ്ഞി കേസിൽ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ വെള്ളയിൽ കേസ് ഇപ്പോഴും എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അന്ന് പറഞ്ഞിരുന്നത് കഞ്ചാവ് ബാബു എന്ന ഒരു സുഹൃത്തിനോടൊപ്പം താൻ ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ താൻ നേരിട്ടല്ല കൊലപാതകം നടത്തിയത്, കഞ്ചാവ് ബാബുവിന് സഹായം നൽകുക മാത്രമാണ് ചെയ്തത് എന്നുള്ള മൊഴിയാണ് അദ്ദേഹം നൽകിയത്. പക്ഷേ ആരെയാണ് കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. കാരണം ഒരു വൈകിട്ടാണ് കൊലപാതകം നടന്നത്. അദ്ദേഹത്തിന്റെ മുഖം ഒന്നും തന്നെ വ്യക്തമായിരുന്നില്ല. ഈ കഞ്ചാവ് ബാബുവിന്റെ നിർദ്ദേശപ്രകാരം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് മാത്രമാണ്, അല്ലെങ്കിൽ കൊലപാതകത്തിനെ തുടർന്നുള്ള കാര്യങ്ങളിൽ മാത്രമാണ് താൻ പങ്കാളിയായിട്ടുള്ളത് എന്നാണ് മൊഴി നൽകിയത്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി വെള്ളയിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആരാണ് കൊല്ലപ്പെട്ടത് എന്ന കാര്യത്തിൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് വെള്ളയിൽ പോലീസിന്റെ അന്വേഷണം നടക്കുമ്പോൾ മറുഭാഗത്ത് കൂടരഞ്ഞി പോലീസ് കുറ്റപത്രം എത്രയും വേഗം നൽകുക എന്ന നടപടിയിലായിരിക്കും പോവുക. ഓക്കെ, ശരി സരീഷ്, ശരി.